മുൻഷിയുടെ മൂത്ത മകൻ നന്ദകുമാർ, ഹിന്ദി അധ്യാപകൻ, ശുദ്ധനാണ്, ഭാര്യയോട് അമിതമായ സ്നേഹം. നന്ദകുമാറിന്റെ ഭാര്യ തനി നാട്ടുമ്പുറത്തിലെ അല്പം ആഡംബരഭ്രമം ഉണ്ടെങ്കിലും നല്ലൊരു കുടുംബിനിയാണ്. ഭർത്താവിനെ ചൊൽപ്പടിക്കുന്നു. कलम हेलो कल आपको मिल गया था बना करे अरे बुद्धू मेरा कलम कहाँ है मेरा कलम सर आपकी कलम पॉकेट में है गलत आपकी कलम नहीं आपका कलम കാര്യം ചെയ്യുകയൊക്കെ അങ്ങ് സ്കൂളിൽ ചെന്ന് പിള്ളേരെ പഠിപ്പിച്ചാൽ മതി കേട്ടോ. ഇവിടെ മാതൃഭാഷ അല്ലാതെ മറ്റൊരു ഭാഷയും പ്രയോഗിക്കാൻ പാടില്ലെന്നാ അമ്മാവന്റെ കൽപ്പന. അത് മറക്കണ്ട. കൗശു ഇന്നിപ്പോ എന്താ എത്ര തിരക്ക് പിടിച്ച പണി? ഇന്ന് തിങ്കളാഴ്ച എന്നറിഞ്ഞൂടി. ആജ് സോമവാർ ഹേ ഡ്യൂട്ടി മാറി. ഇന്ന് പാവണ്ടാക്കുന്ന ചുമതല എനിക്കാ. അപ്പൊ ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി അതാണ് വഴി. ഓ ഇന്നെങ്കിലും രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാലോ. അപ്പൊ ഞാനുണ്ടാക്കുന്നതിനൊന്നും രുചിയില്ലാതല്ലേ? എനിക്കറിയാം. ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്റെ വീട്ടിൽ വന്ന് ഹിന്ദി ട്യൂഷൻ എടുത്തതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അതൊരു ഹിന്ദി പാട്ട് പാടുവായിരുന്നല്ലോ. ഒക്കെ മറന്നില്ലേ? വയസ്സല്ലേ പറ്റൂ. 5 പിള്ളേരുടെ അമ്മയായിപ്പോയില്ലേ? മുൻഷിയുടെ രണ്ടാമത്തെ മകൻ കൃഷ്ണകുമാർ ഒരു സിനിമാ നടനാകണമെന്നായിരുന്നു മോഹം. പക്ഷേ ഇപ്പൊ കോടതിയിൽ ചുമത്തം. കൃഷ്ണകുമാറിന്റെ ഭാര്യ നാട്ടുമ്പുറത്തിലെ പൊങ്ങച്ചക്കാരിയാണ്. 10ാം ക്ലാസ് വരെ പഠിച്ചു എന്നൊരു മുമ്പുണ്ട്. ഇത് ഏത് പാട്ടാണെന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ല. അനന്തവല്ലി നീ തന്നെയല്ലേ പ്രേമമെന്തെന്നോട് ചൊല്ലി. മതി. എല്ലാ സിനിമയും പോയി ഒറ്റയ്ക്ക് കാണും. ഞങ്ങൾ 3 ഭാര്യമാരും കൂട്ടിലടുത്ത് കിളിയെടുപ്പിൽ ഇവിടെ കഴിഞ്ഞോളാം. എന്നാ ഭാര്യയും കൂട്ടി ഒരു സിനിമ, ഒരു ബീച്ച്, ഒരു പാർക്ക്, ഒരു ഹോട്ടൽ, ഒരു സ്റ്റൂള്. കണ്ണും പറ്റം കാണാൻ പറഞ്ഞപ്പോ നീ ഇങ്ങനെ ഒരു സിനിമയും ഒരു ബീച്ചും ഒരു പാർക്കും കാണുന്നത് ഇപ്പൊ കാണാമോ? ഈ കണ്ണട മാറ്റാൻ വിചാരമല്ലോ നിങ്ങൾക്ക്? 3 മാസം മുമ്പല്ലേ ഇത് മാറ്റിയത്? അവർ പറഞ്ഞു. ഒരു കോൺടാക്ട് ലെൻസ് വാങ്ങിത്തരാൻ തോന്നിയില്ലല്ലോ. ഒരു കോൺടാക്ട് ലെൻസ് പോരല്ലോ ആനന്ദം. 2 വേണ്ടേ? ഓ തമാശ മതി. എനിക്ക് വേറെ പണിയുണ്ട്. അറിയാം. ഇന്ന് നിനക്കല്ലേ ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി. കാലാകുമ്പോ കൈയും കഴിയും വന്നിരുന്നാ മതിയല്ലോ. അതെങ്ങനെയാ ഉണ്ടാകുന്ന അറിയോ? 3 പെണ്ണുങ്ങൾ അടുക്കള കിടന്ന് നരയിക്കാം. വിറക് കത്തിച്ച് അമ്മി നിരത്തും കല്ലിലാട്ടി ഒക്കെ മടുത്തു. എന്നാ ഭാര്യമാരല്ലേ, അവരുടെ അധ്വാന ഭാരം ഒന്ന് കുറയ്ക്കാൻ ഒരു ഗ്യാസ്, ഒരു മിക്സി, ഒരു ഗ്രൈൻഡർ, ഒരു ഫ്രിഡ്ജ്, എന്നാ തുച്ഛശമ്പളക്കാരായ ഭർത്താക്കന്മാരല്ലേ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഒരു സാരി, ഒരു മാല, ഒരു പണം, ഒരു കുട്ടി, ഒരു നേരത്തെ ആഹാരം, ഇതൊക്കെ മറ്റൊരു നിർത്തിയുണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയില്ല. ഞങ്ങൾ 3 പെണ്ണുകളിൽ നിന്ന് പുകയില്ല. ശബ്ദം കിടന്ന് പോയത്. അയ്യോ മുൻഷിയുടെ 3ാമത്തെ മകൻ ഗോപകുമാർ, ആയുർവേദ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. സരസൻ, വാചാലൻ. ഗോപകുമാറിന്റെ ഭാര്യ 4ാം ക്ലാസ് വരെ പഠിച്ച ഈ നാട്ടുമ്പുറത്തുകാരിക്ക് ഇംഗ്ലീഷ് ഭാഷ ഒരു ദൗർബല്യമാണ്. അർത്ഥമറിയാതെ സ്ഥാനത്തും അസ്ഥാനത്തും അത് പ്രയോഗിക്കും. ഡിസ്റ്റർബ് ചെയ്ത് കമ്പനിയുടെ പുതിയ ആയുർവേദ ഉൽപ്പന്നമായ പാഷാണഭൂഷണ കസ്തൂരിയുടെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പാഷാണഭൂഷണം? ചിലന്തി, തേൾ, പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച് വിഷം ഉള്ളിൽ ചെന്നു എന്ന് സംശയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പാഷാണഭൂഷണ കസ്തൂരി കലക്കി കുടിക്കുക. ശുഭം. ഞാനിപ്പോ തിരക്കിലാണ്. പോകും. കത്ത് പോസ്റ്റ് നോക്കണ്ട. കത്തോ? ആർക്കടി കത്ത്? ആർക്കാണ്? എന്തിനാ ചൂടാവുന്നേ? രഹസ്യമായ കത്താണെങ്കിൽ ആരെങ്കിലും സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കും. അപ്പൊ നീ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ? എഴുതിയിരുന്നു കല്യാണത്തിന് മുൻപ്. 2 പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യങ്ങളോട് തുറന്നു പറയുന്നത്? നിന്നെ ഡൈവേഴ്സ് ചെയ്യും. അയ്യോ പ്രേമിലൊന്നുമില്ല. പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വകുപ്പിലേക്കാ എഴുതിയിരുന്നത്. അതാണോ? ഇനി എന്നെ ഡ്രൈവാഷ് ചെയ്യോ? ഇല്ല, ഹിന്ദു മതി, ഇംഗ്ലീഷും മതി. താങ്ക്സ്.
അരി അടുപ്പ് കളിക്കുന്നു, കറിക്ക് അരി നിർമ്മിക്കുക. അതെന്താ നീ അങ്ങോട്ട് നോക്ക്. പിന്നെ മാത്രമല്ല എല്ലാരും നോക്കി വെച്ചിരിക്കുന്നു. ഹായ്, അയ്യോ എവിടെ നമ്മളെ നോക്കി കഴിഞ്ഞിരിക്കുന്നു. ഹായ്, എന്നെ தெரியுமா? என்ன അറിയുമോ? അറിയുമോ? കത്തി താഴെ ഇല്ല, അറിയില്ല. Do you know me? അറിയുമോന്ന് ചോദിക്കണേ. അറിയും, നന്നായിട്ട് അറിയും. അയ്യോ സിസ്റ്റർ, മനസ്സിലായില്ലേ? നമ്മൾ സിസ്റ്റേഴ്സ് നേഴ്സുമാരാണോ ചോദിച്ചത്? നമ്മൾ സഹോദരിമാരാണോ ചോദിച്ചത്? അല്ല, കേട്ടാലിയമ്മയുടെ ഭാര്യമാരാ. നൈസ്. നീ വേറെ ഒരേ കുട്ടിയെ കൊടുത്തനോ? കുടിക്കാൻ എന്തിനു വേണമെന്നാ ചോദിക്കുന്നത്? കാപ്പിയുണ്ട്, മതിയോ? മണത്തിൽ പറയണേ, പാലിനെ കുടിക്കൂ. നീങ്ക ഒരു വീട്ടിലാണോ താമസം? എന്റെ ഒറ്റുമേ. അയ്യോ, അവർ നേരെ ചോദിച്ചത്. ഇത് ആൻഡ്രോയിഡ് ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഹിന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ടാവില്ല, ഞങ്ങളുടെ പേരുകളെ ഞങ്ങൾക്കറിയാം. എല്ലാ തവണ പ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ. ഹലോ പ്രിയ, അപ്പൊ വീട്ടിൽ വാങ്ങ. இன்னைக்கு ஷூட்டிங் மத்தியானம் வச்சிருந்தா. Why don't you make it today afternoon? Sure, we will come. അങ്ങനെ ഒരാൾ മാത്രം ഇങ്ങോട്ട് പോണ്ട. I will come. Thank you. ശുക്രിയ. Okay, see you. ഞാൻ കാര്യം കൊടുത്തില്ലെങ്കിൽ കഴിയുന്നുണ്ടടി. നന്നായിട്ടുണ്ട്. കരിയൊക്കെ കൂടുതലല്ലേ? കരി നിന്നെ വന്നപ്പോൾ അയ്യോ, എന്റെ മുഖത്ത് കരിയേയില്ല. ലേശമുണ്ട്. ഇത് ഇവിടെയായിരുന്നു. അത് നന്നായിട്ടുണ്ടല്ലേ? അതറിഞ്ഞോളാം. വാങ്ങ വാങ്ങ. ഞാൻ യൂഷ്വലാ ഹോട്ടലൊക്കെ തങ്ങുവേன். This is a new experience. இது கூட எனக்கு ரொம்ப பிடிச்சிருக்கு. உட்காருங்க. என்னாச்சு? ഏയ് ഒന്നുമില്ല. സോഫ, നമ്മുടെ വീട്ടിലെ സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ. പക്ഷെ ചാട്ടമില്ലല്ലേ? ഓർണമെന്റ്സ് നല്ല ഇരിക്കേ. ഈ മാന് ലേറ്റസ്റ്റ് ഫാഷനാ. 5 പവനുണ്ട്. അത് വാങ്ങി തന്ന. വെരി ഗുഡ്. ഈ കാശുമാല 7 പവനുണ്ട്. തൃശ്ശൂർക്ക് വാങ്ങിച്ചോട്ടത്. എല്ലാം കൂടെ 30 പവനാ. ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് എനിക്കാ. அப்படியா? ഇതെന്താ കുപ്പിവള? എനിക്ക് അതുதான் പിടിക്കും. നല്ല മാല. വൈദ്യം തന്നെ. നോ, സാധാരണ മുത്തുമാല. ഹായ്, உங்களுக்கு ക്രിക്കറ്റ് പിടിക്കുമോ? പിന്നെ എന്ത് ഇഷ്ടമാണെന്നോ? ഞങ്ങൾ എന്ത് കാണാറുണ്ട്. നമ്മുടെ ടീമിനെ വലുതാണോടി? ഓ, എല്ലാ ടിവിയുടെ പൈസ അതില്ല. ഇത് 29 ഇഞ്ച്. ഞങ്ങളുടെ ടി വി 50 ഇഞ്ചാ. മൈ ഗോഡ്. എക്സ്ക്യൂസ് മീ, 1 minute. See the cricketer. ഹലോ, ഫോൺ മാത്രമോ? വീട് കിട്ടില്ലേ? സ്വർഗമില്ലേ? സ്വർഗം. പ്ലീസ് ഹാവ് ഇറ്റ്. കുടിക്കാൻ. ഒരു ഗ്ലാസ് കൂടെ ചോദിച്ചിട്ട് എങ്ങനെയുണ്ട്? എനിക്ക് കിട്ടണില്ല. അത് കൊണ്ടുപോയ താഴോട്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചിട്ടുണ്ട്. ഓ, ഐ സീ. യെസ്, ഐ ആം ഇൻസി. അന്നേരം സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ കളിയൊന്നുമില്ലായിരുന്നു. സ്ലിം ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാവരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടിന്നാ ഉദ്ദേശിച്ചത്. ഒരു നാளைക്ക് ഞാൻ ഉங்க വീട്ടിൽ വരേ. അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ടി വി വെച്ച് കൊന്നു കൊടുത്തപ്പോ പിന്നെ വെച്ച് എന്നെ വരക്കൂടല്ല. അയ്യോ, വരണം, തീർച്ചയായും വരണം. എപ്പോഴാ വരുന്നത്? നെക്സ്റ്റ് സൺഡേ 5 p.m. ഐ ബി ഫ്രീ. സൺഡേ വരെ തീർച്ചയായും വരും.
5 മക്കളാണ് സത്യം. മതി, എനിക്ക് വിശ്വാസമായി. നമ്മുടെ ഭാഗ്യം തെളിയാൻ പോകുന്ന ദിവസം നമുക്ക് കേരളമായിട്ട് സദ്യ വെക്കണം. സദ്യ ഒരുക്കിയാൽ മാത്രം മതിയോ? ഇരുന്ന് കഴിക്കാൻ വൃത്തിയുള്ള ഒരു മേശയുണ്ടോ അവിടെ? ഒന്ന് ഇരിക്കാനൊരു സോഫയുണ്ടോ? ഞാൻ ഈ ചൂട് പോലെ ഇഷ്ടത്തിലാണ് യോനി ഇരിക്കുന്നത്. ഇപ്പൊ ഒരു തണുത്ത വെള്ളം കൊടുക്കാൻ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ ഇവിടെ? അത് കുടിക്കാൻ നിങ്ങളുടെ കുഴലുണ്ടോ? അടുത്തിന് കൊണ്ടുപോയിട്ട് പോലെ തമാശകളാ. ക്രിക്കറ്റ് കാണുന്നവളാ യമുന. അതിനവിടെ ഒരു ടി വി ഉണ്ടോ? ഉണ്ടോ? ആലിസ് ഒന്നുകൂടി കേൾക്കട്ടെ. പൂപ്പലിക്ക് മതി 2000 രൂപ. പൂപ്പറ്റി അവിടെ ഈറ്റ് തന്നെ വേണം. 25,000. ചൂരന് മതി. കുഷൻ തന്നെ വേണം. കുച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയ തമാശകളാ കൂട്ട്. 25,000. ഫ്രിഡ്ജ് പാല് അതും വേണം. അവർക്ക് നടന്നോണ്ടാ പ്രശ്നം. അതിൽ നിന്ന് തണുപ്പിക്കുന്ന ഒരു സാധനമില്ലേ? ഫ്രിഡ്ജ് 9,000. ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ കളർ തന്നെ വേണം. 10-20 കിലോ വേണം. 10-20 അടി വീണോ? ഇഞ്ചായിരിക്കും. ഇന്ത്യയിൽ വയറില്ലാത്ത ഫോൺ അതൊരെണ്ണം മതി. മൊബൈൽ മൊബൈൽ വയറില്ലാത്തത് ലയമായിരിക്കും. ഇനി മടക്കല്ലേ ഓടിക്കൂ. തൽക്കാലം ഇതൊക്കെ മതി. മതി. വാടകവിട എന്നിട്ട് പോലും അത് കണ്ടാലേ ഇത് വെറും കാലിത്തൊഴുത്ത. വീട് മുഴുവൻ പൊട്ടി പൊളിഞ്ഞ് അഴുക്ക് പിടിച്ച് കിടക്കുക. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന നിയമന അറിഞ്ഞാൽ മോശമല്ലേ? ആനന്ദം, 2 കുട്ടികളുടെ അമ്മയായപ്പോൾ നിനക്കെത്ര സൗന്ദര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഞാൻ വേറെ കല്യാണം കഴിക്കുന്നത് ശരിയാണ്. അതോ ഇത് തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. വേറെ വീടൊന്നും വെക്കാൻ പറ്റില്ല. വേറെ വീടൊന്നും വെക്കണ്ട. ഉള്ള വീടൊന്നും മോടി വെപ്പിച്ചൂടെ? ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? കൂടെ തിരിഞ്ഞ് 5 പെറ്റതാണെന്ന് പറയും. 13 വയസ്സുള്ള മോന്റെ അമ്മയെന്ന് പറയുമോ? പിന്നെ ഒരു 4. അതുമില്ല. 3 പറയോ? മുഖത്താണ് ധരിക്കരുത് കൗസു. ഒരു 2 അപ്പ അത് മതിയായിരുന്നു. 5 പിള്ളേരുടെ അമ്മയാന്ന് പറയാൻ. നിനക്ക് മാത്രല്ല എനിക്ക് സ്കൂളിൽ തലവോട്ട് നടക്കാൻ പറ്റില്ല. എന്നെ വെച്ചാ പിന്നെ എന്നെ വിട്ടാ നിങ്ങൾ ശരിക്കും നോക്കിയിട്ടുണ്ടോ? പെണ്ണ് കാണാൻ വന്നപ്പോ നിന്നെ ശരിക്കും നോക്കാൻ നമുക്ക് എനിക്ക് പറ്റിയ തെറ്റ്. അല്ല, ശരിക്കും നോക്കാമെന്ന് എന്ന് നോക്കി നോക്കി. ഇതൊന്നും നോക്കി. കണ്ണട വെക്കുമ്പോഴാണ് എടുക്കുമ്പോഴാണ് എനിക്ക് പ്രായക്കുറവ്. എടുക്കുമ്പോ തന്നെ 5 വയസ്സിന് കുറവ്. എന്നാൽ ഇവനൊരു പുള്ളിയെ കണ്ണട വെക്കുന്നില്ല. അന്ന് നീ എവിടെ വീട്ടിൽ പോയപ്പോ കണ്ടു വെച്ചു. അത് കൂടിക്കാക്കാൻ വിചാരിച്ചത്. അയ്യോ, ആനന്ദ്, നീ തട്ടിത്തറഞ്ഞ് വീടില്ലേ? ആദ്യം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. പോയി എത്ര നേരം ചെക്കിക്കോ. കടയായ കട മുഴുവൻ അരിച്ചു പെറുക്കി ഒരു വിവരണം കിട്ടി. മഹാഭാഗ്യം. എന്റെ ഇത് വെറുതെ കണ്ടകടച്ചവരെയൊക്കെ വായിച്ചു ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിയെ നോക്കിയേ. എന്റെ ദൈവമേ, അവിടെ ഒഴുക്കത്തുള്ള ഇംഗ്ലീഷ് എന്റെ പലവേദി. എന്റെ ഇംഗ്ലീഷിൽ എന്താ കുഴപ്പം? നിങ്ങൾ പാന്റ് ഷർട്ടും ടൈലൊക്കെ ഇട്ടിട്ട് എപ്പോഴും അവരുടെ ലുക്കിനെ പറ്റി പറയാറില്ലേ? എടിയാ എക്സിക്യൂട്ടീവ് ലുക്ക്. നീ പറഞ്ഞ ഡാക്ടർ എന്താണെന്ന് നിനക്കറിയാമോ? ഒരു അപേക്ഷയുണ്ട്. നീ യമുനാറാണയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത്. പറയുമോ? അത് പിന്നെ ശീലമായിപ്പോയി. എന്നാലും പറയൂല. എവിടെയാ? ഇതാ. അയ്യോ, ഇത് നിങ്ങൾ വളരെ കുറഞ്ഞു പോയി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ നീതി കൊടുക്കാനില്ല. മോഡല ചൂടാണ്ട. നിങ്ങളുടെ കമ്പനിയുടെ തയ്യൽ തേച്ച എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത്. ഹെറോയി. ചേട്ടൻ ആരെ കിട്ടിയിട്ടുണ്ടല്ലോ. മുടിയെ വെളുത്തിട്ടില്ല. ചേട്ടത്തിനൊരു കരവില്ലേ? നീയും ഒട്ടും മോശമല്ല. നീ ഇന്ദുമതി നിന്റെ പൂർണ്ണ ചന്ദ്രനാക്കാൻ പെടാ പാടുപെട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ മുഖം ശരിയല്ല. അതിന് അവളെ കുറ്റം പറഞ്ഞതൊക്കെ അടുത്ത പടത്തിലേക്ക് ഹീറോക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. വിഭവ ചോദ്യങ്ങളെ മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക. സമയം നന്നായിട്ട് പറഞ്ഞാൽ മതിയല്ലോ. വേഗപ്പെട്ടോളൂ. ഞാൻ എവിടെ പരിചയപ്പെടുത്തണം. ഓക്കെ. ഈ കുന്താട്ടം കിട്ടിയതിന് നിന്റെ പെടായി കെട്ട് മണിക്കൂർ. ഹാപ്പി വെൽക്കം ടു അവർ. താങ്ക് യു സോ മച്ച്. അതിന്റെ സോഫ, ടി വി, ഫോണ് എല്ലാം ഉണ്ട്. ഫ്രിഡ്ജ് അകത്തിരിപ്പുണ്ട്. I am Nandkumar. I am Krishnakumar. I am Gopakumar. Madam, please. ഓക്കെ.
അന്നാദ്യം കണ്ടതോർമ്മയില്ലേ എല്ലാം ഉണ്ടായിട്ടും സാഹചര്യം മൂലം